കുടുംബവിളക്കിലൂടെ പരിചയപ്പെട്ടവരാണ് സീരിയൽ നടിമാരായ അമൃത നായരും ആതിര മാധവും. പരമ്പരയിൽ നാത്തൂനും ഏട്ടത്തിയമ്മയുമായി അഭിനയിച്ചവർ യഥാർത്ഥ ജീവിതത്തിൽ ചേച്ചിയെയും അനിയത്തിയെയും പോലെയായിരുന്നു. പിന്നീടാണ് ആതിര ഗർഭിണിയായപ്പോൾ സീരിയൽ വിട്ടതും അതിനിടെ അമൃതയും പരമ്പര ഉപേക്ഷിക്കുകയും ചെയ്തത്. എന്നാൽ അതിനുശേഷവും ഇവരുടെ സൗഹൃദത്തിന് കോട്ടമൊന്നും തട്ടിയിരുന്നില്ല. ആതിര നിറവയറിൽ വീട്ടിൽ നിൽക്കെ കൂട്ടുകാരിയെ കാണാൻ പലഹാരങ്ങളുമായി വന്ന അമൃതയെയും മകൻ ജനിച്ച ശേഷം കുഞ്ഞിനെ കാണാൻ അമൃത വന്ന വീഡിയോയുമെല്ലാം ലക്ഷക്കണക്കിന് പേരാണ് കണ്ടത്. അന്ന് ആതിരയുടെ മകൻ റയാനെ കൊണ്ട് എൻ്റെ മകളെ വിവാഹം കഴിപ്പിക്കുമെന്നായിരുന്നു അമൃത തമാശയായി പോലും പറഞ്ഞിരുന്നത്. റയാന്റെ ആദ്യ പിറന്നാളിന് വലിയ സമ്മാനവുമായി അമൃതയും അമ്മയും എത്തിയ വീഡിയോകളെല്ലാം ഇപ്പോഴും സോഷ്യൽ മീഡിയയിലുണ്ട്. പിന്നാലെയാണ് ഗീതാ ഗോവിന്ദം സീരിയലിലേക്ക് ഗസ്റ്റ് റോളിൽ ആതിര എത്തിയതും അമൃതയ്ക്കൊപ്പം സീരിയൽ സെറ്റിൽ നിന്നുള്ള വിശേഷങ്ങൾ പങ്കുവച്ചതും. എന്നാൽ അതിനുശേഷം ഇരുവരും ഒരുമിച്ചുള്ള വിശേഷങ്ങളൊന്നും തന്നെ പുറത്തു വന്നിരുന്നില്ല. പിന്നീട് സ്റ്റാർ മാജിക്കിലേക്കും എത്തിയ ഇവർ വ്യത്യസ്ത കൂട്ടുകാരിലേക്കാണ് പോയത്. ഡയാനയും അനുമോളും അടങ്ങുന്ന ഗ്രൂപ്പിലേക്ക് ആതിര പോയപ്പോൾ റബേക്ക അമൃതയുടെ അടുത്ത സുഹൃത്തായി മാറുകയായിരുന്നു. അമൃതയും ആതിരയും തമ്മിൽ പിണക്കത്തിലായോ എന്നതിൻ്റെ ആദ്യ സൂചനകൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. അതിൻ്റെ ആദ്യ ഉദാഹരണം കഴിഞ്ഞ ദിവസമായിരുന്നു ആതിരയുടെ മകൻ്റെ പിറന്നാൾ. ആദ്യ പിറന്നാൾ ഏറ്റവും കൂടുതൽ കളറായത് അമൃതയുടെ വരവോടെയായിരുന്നു. എന്നാൽ മൂന്നാം പിറന്നാളിന് അമൃത ഒഴികെയുള്ള മറ്റെല്ലാ സുഹൃത്തുക്കളും പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുത്തിരുന്നു. മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ മുൻപ് പരസ്പരം ലൈക്ക് ചെയ്തും കമൻറ്റുകൾ ചെയ്തും സജീവമായിരുന്നു ഇരുവരും. എന്നാൽ ഇപ്പോൾ ആതിരയെ അമൃത ഫോളോ ചെയ്യുന്നു പോലുമില്ല. മാത്രമല്ല ആതിര ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും മാസങ്ങളായി അമൃതയുടെ ഒരു പോസ്റ്റിന് ലൈക്ക് പോലും ആതിര ചെയ്യുന്നില്ല എന്നതും ആരാധകരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിനിടെയാണ് ഒരു പെണ്ണാണ് മറ്റൊരു പെണ്ണിൻ്റെ ശത്രുവെന്ന അമൃതയുടെ വെളിപ്പെടുത്തലും പുറത്തു വന്നത്. അതേക്കുറിച്ച് അമൃത പറഞ്ഞത് ഇങ്ങനെയാണ്: പഠിക്കുന്ന സമയത്ത് അധികം സുഹൃത്തുക്കളില്ലായിരുന്നു. അഭിനയത്തിലേക്ക് വന്നപ്പോൾ ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടിയിരുന്നു. എല്ലാവരും പെൺകുട്ടികളായിരുന്നു. പിന്നീടത് ചുരുങ്ങി. എൻ്റെ അനുഭവം വെച്ച് പെണ്ണിൻ്റെ ശത്രു പെണ്ണ് തന്നെയാണ്. കൂടെ നിൽക്കുന്ന വ്യക്തിക്ക് ഉയർച്ച ഉണ്ടാകുന്നത് ചിലർക്ക് ഇഷ്ടപ്പെടില്ല. എൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ് ഒരുപാട് ദ്രോഹിച്ചിട്ടുള്ളത്. എനിക്ക് ലഭിക്കുന്ന അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നതും എന്നെക്കുറിച്ച് മോശം കാര്യങ്ങൾ പറയുന്നതും അവർ തന്നെയാണ്. അതൊന്നും ഞാൻ ഗൗരവത്തിലെടുക്കുന്നില്ല. അവരോടൊപ്പം ഞാൻ വീണ്ടും അഭിനയിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മ ഒറ്റയ്ക്കാണ് എന്നെയും സഹോദരനെയും വളർത്തിയത്. അമ്മ ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയും, പക്ഷേ അവരെ തളർത്തുന്നത് സമൂഹം തന്നെയാണ്. അടുത്തിടെ ഒരമ്മയും 2 മക്കളും ട്രെയിനിന് മുൻപിൽ ചാടി ആത്മഹത്യ ചെയ്തില്ലേ? ഒരിക്കൽ എൻ്റെ അമ്മയും റെയിൽവേ ട്രാക്കിൻ്റെ മുന്നിലെത്തിയപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ വന്നിട്ടും ആരും സഹായിച്ചിട്ടില്ല. ഒരു കാറില്ലാത്തതിൻ്റെ പേരിൽ പല പരിപാടികളിലും പങ്കെടുത്തിട്ടില്ല. സുഹൃത്തുക്കളോട് ലിഫ്റ്റ് ചോദിച്ചിട്ടും തരാത്തവരുണ്ട് എന്നാണ് വേദനയോടെ അമൃത അടുത്തിടെയും പറഞ്ഞത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.